എല്ലാം ഞാൻ കേട്ടു എന്ന് നിറഞ്ഞു വന്ന എൻ്റെ കണ്ണുകൾ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പോഴും എൻ്റെ മനസ്സിൽ വന്ന മുഖം പ്രണവേട്ടൻ്റെ ആയിരുന്നു. എല്ലാം അറിയുമ്പോൾ വീണ്ടും വീണ്ടും പ്രണവേട്ടൻ അച്ഛൻ പറഞ്ഞതുപോലെ എന്നെ വെറുക്കുവോ? കേട്ടത് ഉൾക്കൊള്ളാനാവാതെ മരവിച്ച നിലയിൽ ഞാൻ അവിടെ തന്നെ നിന്നു. ഗായത്രി, അച്ഛൻ എൻ്റെ അടുത്തേക്ക് വന്നു. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഈ അച്ഛൻ ചെയ്തിട്ടില്ല മോളെ. എന്നാൽ അറിയാതെയാണെങ്കിലും ഈ കുടുംബത്തിലെ ഒരു അംഗം നഷ്ടപ്പെടാൻ ഞാൻ കാരണമാണ്. നിറകണ്ണുകളോടെ അച്ഛൻ എൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചും വിങ്ങി. അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടാതെ. പ്രവീണേട്ടൻ അച്ഛനെ ആശ്വസിപ്പിച്ചിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കളുടെ മരണം കാണേണ്ടി വരുന്നതിനേക്കാൾ വലിയൊരു സങ്കടം മറ്റൊന്നുമില്ല. എന്നാൽ ഒന്നും ആരുടെയും തെറ്റല്ല. മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ എൻ്റെ മകൾക്ക് പകരമായി 2 മരുമക്കളല്ല, മക്കൾ തന്നെയല്ല ഇവിടെ. ഉള്ളിലെ സങ്കടം ഉള്ളിൽ തന്നെ ഒതുക്കി പ്രവീണേട്ടൻ്റെ അച്ഛനും സമാധാനപ്പെടുത്തി. അറിയാതെ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് പറ്റിപ്പോയൊരു കയ്യബദ്ധം, അത് ഇവരെല്ലാം ക്ഷമിച്ചു. പക്ഷേ പ്രണവേട്ടൻ, എൻ്റെ നാവിൽ നിന്നും ആ പേര് കേട്ടപ്പോൾ 3 പേരുടെ മുഖത്തും നിരാശ പടർന്നു. തൽക്കാലം ഒന്നും അവൻ അറിയണ്ട. പ്രണവേട്ടൻ്റെ അച്ഛൻ അവസാനം പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിലെ ഭയം കൂടി വന്നു. അന്ന് രാത്രി വരെ അതുമാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അച്ഛൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആർക്കും ഒരു ദോഷം വരണമെന്ന് ഞാനും ആഗ്രഹിച്ചിട്ടില്ല. എന്നാലും ഇതൊന്നും പ്രണവേട്ടനോട് പറയാൻ ഞാൻ മടിക്കുന്നു. ആ സ്നേഹം വീണ്ടും എനിക്ക് നഷ്ടമാവും എന്ന ഭയമാണോ? അവസാനം ഓരോ ചിന്തയ്ക്കും വിരാമിട്ടുകൊണ്ട് ഞാൻ മുറിയിലേക്ക് പോയി. മുറിയിൽ ചെന്നപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു അവിടം. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് 2 കൈകൾ എന്നിൽ പിടുത്തിട്ടത്. ഒന്ന് ഞെട്ടിയെങ്കിലും അതാരുടെ കരങ്ങളാണെന്നറിഞ്ഞപ്പോൾ ഞാനും അങ്ങനെ തന്നെ നിന്നു. പതിയെ പ്രണവേട്ടൻ തന്നെ എന്നെ തിരിച്ചു നിർത്തി. ഒന്നും പറഞ്ഞില്ലെങ്കിലും പിന്നെ എനിക്ക് നൽകിയ ഓരോ ചുംബനത്തിനും 1000 സ്നേഹമുണ്ടായിരുന്നു. എല്ലാം മറക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് കഴിഞ്ഞില്ല. ഏട്ടനോട് ഒന്നും ഞാൻ പ്രതികരിക്കുന്നില്ല എന്നറിഞ്ഞതുകൊണ്ടാവാം എന്നിൽ നിന്നും അല്പം മാറി. എൻ്റെ മുഖത്ത് തന്നെ ആ കണ്ണുകൾ സ്ഥാനം പിടിച്ചു. എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? വിഷയത്തോട് ചോദിച്ചപ്പോൾ കഴിയുന്നതും ചിരിച്ചുകൊണ്ട് തന്നെ ഞാൻ മറുപടി നൽകി. ഏയ് അല്ല, വരുന്ന വഴിക്ക് കണ്ണിലെന്തോ വീണതാ. കണ്ണു തുടച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. എന്നാൽ അതിനെനിക്ക് മറുപടിയായി ആ ചുണ്ടുകൾ എൻ്റെ 2 കണ്ണിലും മുത്തയിട്ടു. ഒന്നും പറയാതെ ഞാൻ നെഞ്ചിൽ വീണു. മനസ്സ് കലങ്ങി മറിയുകയായിരുന്നു. എങ്കിലും ഒന്ന് മാത്രം ഞാൻ അപ്പോൾ തീരുമാനിച്ചു. ഈ സ്നേഹം ഒന്നിൻ്റെ പേരിൽ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. നമുക്ക് ഒരു സ്ഥലം വരെ പോകാം. ആ വാക്ക് കേട്ടപ്പോൾ തലയുയർത്തി ചോദിച്ചു. ഇപ്പോഴോ? ഏട്ടൻ അതേ എന്ന രീതിയിൽ തലയാട്ടി. നേരെ ഇത്രയും ആയില്ലേ ഈ രാത്രി ആയതുകൊണ്ടെന്താ? ഏട്ടൻ തിരിച്ചു ചോദിച്ചു. എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറഞ്ഞാലും മാറില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാനും സമ്മതിച്ചു. ഡ്രസ്സൊന്നും മാറ്റണ്ട, ഇത് മതി, വാ. എൻ്റെ കൈ പിടിച്ച് റൂം അടച്ച് താഴേക്കിറങ്ങി. ആരോടും പറയണ്ടേ? എൻ്റെ ചോദ്യം കേട്ടപ്പോൾ എൻ്റെ മുഖത്ത് ഒരുമാതിരി നോക്കി. നീ എൻ്റെ ആരാ? എൻ്റെ ആരാന്ന്? ഭാര്യ ആണല്ലോ. അപ്പോൾ എൻ്റെ കൂടെ എവിടെയെങ്കിലും പോകാൻ ആരുടെയും സമ്മതം ചോദിക്കേണ്ട, വാ. വീണ്ടും എൻ്റെ കൈ പിടിച്ച് ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുൻപ് ഏട്ടൻ്റെ കാറിൻ്റെ താക്കോലിന് പകരം ഋഷിയുടെ ബൈക്കിൻ്റെ താക്കോലെടുത്ത് പുറത്തിറങ്ങി. ശരീരത്തിൽ തട്ടിപ്പോകുന്ന കാറ്റിൽ പ്രണവേട്ടനെ കെട്ടിപ്പിടിച്ച് ബൈക്കിൻ്റെ പിന്നിലിരുന്നപ്പോൾ എല്ലാം മറന്ന് നമ്മുടേത് മാത്രമായ ഈ നിമിഷം ഞാൻ ആസ്വദിച്ചു തുടങ്ങിയിരുന്നു. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ബൈക്ക് നിന്നു. ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി എവിടെയാണ് എത്തിയതെന്ന് നോക്കിയപ്പോൾ ഞാൻ ദയനീയപൂർവ്വം ഏട്ടനെ നോക്കി. ഈ നഗരത്തിൽ എത്രയോ ശാന്തസുന്ദരമായ സ്ഥലം ഉണ്ടായിട്ടും അവിടെ ഒന്നും പോവാതെ ഇവിടെ. പ്രണവേട്ടൻ വല്ല ഫയലെടുക്കാൻ മറന്നോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, ഈ നട്ട പാതിരാത്രി വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്ന് കമ്പനിയിൽ വന്നുകൊണ്ട് ചോദിച്ചതാ. മറുപടിയായി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. എന്നാൽ ആ ചിരി ഒരു വശത്തേക്ക് നോക്കിയപ്പോൾ മാറി. ഞാനും ആ വശത്തേക്ക് നോക്കിയപ്പോൾ വലിയ തെറ്റൊന്നും കണ്ടില്ല. രാത്രി ആരായാലും ഉറങ്ങിപ്പോകും. ആ സെക്യൂരിറ്റിയും ഞങ്ങൾ വന്നതുകൊണ്ട് അറിയാതെ സുഖം ഉറക്കാണ്. ശമ്പളവും വാങ്ങിച്ചു കിടന്ന് ഉറങ്ങുന്നത് നോക്ക്. അയാളെ നോക്കി കടുപ്പിച്ച് ഏട്ടൻ പറഞ്ഞു. ഈ രാത്രി ഇവിടെ വന്നത് ആ പാവത്തിൻ്റെ ജോലി കളയാനാണോ? അല്ല, നീ വാ. പിന്നെ ഒന്നും പറയാതെ എൻ്റെ കയ്യിൽ പിടിച്ച് പ്രണവേട്ടൻ അകത്തു പോയി. അപ്പോഴും വാ തുറന്ന് ആ സെക്യൂരിറ്റി സുഖം ഉറക്കായിരുന്നു. ഞാൻ മുകളിൽ വരുന്നില്ല. ഏട്ടൻ എന്താ മറന്നത് എന്ന് നോക്കി എടുത്തോണ്ട് വാ. ഞാൻ എന്താ ഈ രാത്രി നിന്നെയും കൂട്ടി ഇവിടെ ഫയലെടുക്കാൻ വന്നതാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നേ? ഞാൻ അതേ എന്ന രീതിയിൽ തലയാട്ടിയപ്പോൾ തന്നെ വായിൽ നിന്നൊരു കൂട്ടുവായും വന്നു. വാ. ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ എന്നെയും കൂട്ടി മുകളിലേക്ക് പോയി. പക്ഷേ പ്രണവേട്ടൻ്റെ ക്യാബിനിലല്ലായിരുന്നു, ഏറ്റവും മുകളിലായിരുന്നു പോയത്. എന്തിനാ ഇവിടെ വന്നത്? മറുപടിയായി ടെറസിലേക്കുള്ള വാതിൽ ഏട്ടൻ തുറന്നു. ഞാൻ അവിടേക്ക് പോയി, പിന്നാലെ പ്രണവേട്ടനും. പക്ഷേ ചുറ്റിലുള്ള കാഴ്ച മനസ്സിലൊരു സന്തോഷമുണ്ടാക്കി. വലിയ കമ്പനി കെട്ടിടത്തിൻ്റെ മുകളിൽ രാത്രി വിളക്കുകൾ കത്തിക്കിടക്കുന്ന ആ നഗരക്കാഴ്ച വ്യക്തമായി കാണാൻ കഴിഞ്ഞു. നല്ല നിലാവിൽ ആ കാഴ്ച ഒന്നുകൂടി മനോഹരമായി. എല്ലാം കണ്ടും ആസ്വദിച്ചു നിന്നപ്പോഴാണ് തോളിൽ ഒരു നിശ്വാസം തട്ടിയത്. നല്ല ഭംഗിയല്ലേ? ആ കാഴ്ച നോക്കി ഞാൻ പറഞ്ഞപ്പോൾ എന്നെ നോക്കി ഏട്ടൻ പറഞ്ഞു. ഒരുപാട്. വീണ്ടും ആ കാഴ്ചയിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാറ്റ് വീശിയപ്പോൾ പറന്നു കിടക്കുന്ന മുടി ഒരിക്കൽ കൂടി ഞാൻ ഒതുക്കി. എല്ലാം വീക്ഷിച്ചുകൊണ്ട് പ്രണവേട്ടനും. വീണ്ടും കാറ്റ് വില്ലനായപ്പോൾ മൂടി വാരി കെട്ടാൻ തുടങ്ങിയതും വേണ്ട എൻ്റെ കയ്യിൽ പിടിച്ച് ഏട്ടൻ പറഞ്ഞു.
പറന്നു കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ അറിയാതെ ചിരിച്ചു. എന്താ ചിരിക്കുന്നേ? എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. മുമ്പ് എൻ്റെ മുടി കണ്ട് എന്നെ ദേഷ്യത്തിൽ ലക്ഷ്യമെന്ന് വിളിച്ച അതേ ആളുടെ നാവിൽ നിന്നും ഇപ്പോൾ മാറ്റി പറഞ്ഞത് കേട്ട് ചിരിച്ചതാ. ഏട്ടനും ചിരിച്ചു. പിന്നീടും കാറ്റടിച്ചപ്പോൾ എൻ്റെ മുടി ഒതുക്കി തന്നത് ഏട്ടനായിരുന്നു. കുറച്ചു നേരം നിന്നതിന് ശേഷം അവിടെ നടുക്കായി ഞങ്ങൾ രണ്ടാളും പോയി ഇരുന്നു. ഗായത്രി, ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? എന്നെ ആദ്യം കണ്ടപ്പോൾ എന്നെക്കുറിച്ച് നിനക്ക് എന്താ തോന്നിയത്? മുരടൻ. ഒട്ടും ചിന്തിക്കേണ്ടി വന്നില്ല ആ ഉത്തരം എൻ്റെ നാവിൽ നിന്ന് വരാൻ. അത് കേട്ടപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ ചിരിച്ചു. എന്നെ കണ്ടപ്പോഴോ? ഞാൻ തിരിച്ചും ചോദിച്ചു. മണ്ടി. ചിരിച്ചുകൊണ്ട് ഏട്ടനും ഉത്തരം പറഞ്ഞു, ഒപ്പം ഞാനും. പിന്നെ കുറച്ച് നിമിഷം നമുക്കിടയിൽ മൗനമായിരുന്നു. അധികം വൈകാതെ തന്നെ എന്നെ ആ നെഞ്ചോട് ചേർത്തിരുത്തി. നിന്റെ ചെറിയമ്മ വില്ലത്തിയാണെങ്കിലും അവർ കാരണമല്ലേ നമ്മുടെ കല്യാണം നടന്നത്. ഏട്ടൻ്റെ ഓരോ വാക്കുകളും എൻ്റെ ചിന്തകൾ പിന്നിലോട്ട് സഞ്ചരിപ്പിച്ചു. സ്വാതിയുടെ പേരും പറഞ്ഞ് എന്നെ അവർ ഒരു ഗോഡൗണിലേക്ക് വിളിച്ചു വരുത്തിയതും ഒപ്പം പ്രണവേട്ടൻ വന്നതും ഒടുവിൽ ഈ താലി എൻ്റെ കഴുത്തിൽ വീണതും. എന്താ ആലോചിക്കുന്നേ? ചിന്തകളിൽ നിന്ന് ഉയർത്തിയത് പ്രണവേട്ടൻ്റെ ചോദ്യമായിരുന്നു. പണ്ടത്തെ കാര്യങ്ങളൊക്കെ തന്നെ. അന്ന് ആ ഗോഡൗണിൽ ഞാനും നിന്റെ കൂടെ വന്നില്ലായിരുന്നുവെങ്കിൽ തനിയെ പോകുമായിരുന്നു. ഏട്ടൻ എന്നെ മുഖത്ത് നോക്കിയപ്പോൾ വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ തുടർന്നു. നോക്കണ്ട, എന്തൊക്കെ അപ്പോൾ സംഭവിച്ചിരുന്നെങ്കിലും ആ സുധിയെ ഞാൻ കെട്ടില്ലായിരുന്നു. അല്ല, ആ സമയത്ത് ഞാനും മോശമായിട്ടൊക്കെയല്ലേ നിന്നോട് പെരുമാറിയത്. പിന്നെ എന്താ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്? അറിയില്ല. എവിടെയോ നോക്കി ഞാൻ ആ ഉത്തരം പറഞ്ഞു. എന്താ? അറിയില്ല. ഇപ്രാവശ്യം ഏട്ടൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു. സത്യം പറ, നിനക്കെന്നെ പണ്ടേ ഇഷ്ടമായിരുന്നില്ലേ? ഒരു കള്ളച്ചിരിയോടുകൂടി ആ ചോദ്യം വന്നു. അയ്യടാ, മുഖത്ത് നോക്കാനേ പേടിയായിരുന്നു. അപ്പോഴല്ലേ പ്രേമം. ഇപ്പോൾ പേടിയില്ലേ? വീണ്ടും ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് തലയാട്ടി. ഒട്ടുമില്ലേ? വീണ്ടും മുഖം അടുപ്പിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, കുറച്ചൊക്കെ. ആ ഉത്തരം ആ മുഖത്ത് ഒരു സങ്കടം ഉണ്ടാക്കി. വീണ്ടും എൻ്റെ കണ്ണിൽ നോക്കിയതിനു ശേഷം ആ കൈകൊണ്ട് എൻ്റെ കവിളിൽ തലോടി. മുരടനാണ് എന്ന് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല അല്ലേ? നമ്മൾ ആദ്യം കണ്ടത് തന്നെ. ബാക്കി പ്രണവേട്ടൻ പറഞ്ഞില്ല. പകരം ആ കണ്ണുകൾ എൻ്റെ കവിളിൽ സഞ്ചരിച്ചു. ആദ്യമായി കണ്ടപ്പോൾ തന്നെ എന്നെ തല്ലിയ കാര്യം ആ മനസ്സിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. സോറി പറഞ്ഞ് ഒരു ഉമ്മയും തന്നപ്പോൾ നീ അതെല്ലാം മറന്നു. എങ്കിലും ഏട്ടൻ ചുറ്റിലും നോക്കി. ഇവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ. അതിന് വേണേൽ ഒന്ന് തിരിച്ചു തല്ലിക്കോ. ആ മറുപടി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആരുടെ മുമ്പിലും താഴ്ന്നു കൊടുക്കാത്ത ആൾ എൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ പറയുന്നത്. ആർക്കും കൊടുക്കാത്ത ഓഫറാണ്. തല്ലുന്നെങ്കിൽ ഇപ്പോൾ തല്ലിക്കോ എന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ കവിള് കാട്ടി. ഒന്ന് ചിന്തിച്ചെങ്കിലും കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ആ കവിളിൽ അത് പതിഞ്ഞു. എൻ്റെ കൈക്ക് പകരം ചുണ്ടുകളാണ് പതിഞ്ഞതെന്ന് മാത്രം. വീണ്ടും ഏട്ടൻ ചിരിച്ചുകൊണ്ട് നോക്കിയപ്പോൾ നാണത്തോടെ ഞാൻ തല താഴ്ത്തി. ഇങ്ങനെയാണാൽ എത്ര തല്ലുകയാണെങ്കിലും തല്ലിക്കോ. മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ആ കണ്ണി നോക്കി. ആ കണ്ണുകൾ എന്നിലും. പോകണ്ടേ? ഇപ്പോഴേ? പിന്നെ നാളെ രാവിലെ പോവാം. അതുവരെ? എൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ഒരു പുഞ്ചിരി ആ മുഖത്ത് വിരിഞ്ഞു. പിന്നെ എനിക്കൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ ചുണ്ടുകൾ എന്നോട് ചേർന്നിരുന്നു. ദിവസങ്ങൾ കൊഴിയും തോറും ഞാനും പ്രണവേട്ടനുള്ള പ്രണയം കൂടി വന്നു. പക്ഷേ അപ്പോഴും ഭയമായി ആ സത്യം എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു. പ്രിയയുടെ കാര്യം ഏട്ടൻ പറയുമ്പോഴും എൻ്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരുന്നു. എല്ലാം പറയണമെന്ന് ചിലപ്പോൾ തോന്നിയെങ്കിലും പ്രണവേട്ടൻ്റെ സാമീപ്യം അറിയുമ്പോൾ തന്നെ ഒന്നും പറയാനാവാതെ ഞാൻ നിൽക്കും. മോളെ ഗായത്രി, അല്പം പഞ്ചാരങ്ങ എടുത്തേ. ഈ ചായക്ക് മധുരയില്ല. കൊടുക്കണ്ട മോളെ, അമ്മയ്ക്ക് ഇപ്പോൾ തന്നെ ഹൈ ഷുഗറാണ്, അമ്മ എന്നോടായി പറഞ്ഞു. ഓ, അതിനിപ്പോൾ എന്താ? എന്നായാലും ഒരു ദിവസം അങ്ങ് പോകും. അതിനു മുമ്പ് എല്ലാം കഴിച്ചുകൊണ്ട് പോകുന്നതല്ലേ നല്ലത്. കുറച്ച് കൊടുത്താൽ മതിയെന്ന് അമ്മ എൻ്റെ ചെവിയിൽ പറഞ്ഞതിന് ശേഷം പോയി. ഞാൻ പഞ്ചാരയുമായി അമ്മൂമ്മയുടെ അടുത്തേക്ക് പോയി. ഓ, ഇപ്പോൾ പത്രമൊന്നും വായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പീഡനവും ഒളിച്ചോട്ടവും. ചായയിൽ പഞ്ചാര ഇടുമ്പോൾ എൻ്റെ കണ്ണും പത്രത്തിലേക്ക് പോയി. ഓൺലൈൻ വഴി കണ്ടുമുട്ടിയ ചെറുപ്പക്കാരനുമായി വീട്ടമ്മ ഒളിച്ചോടിപ്പോയി. കലികാലം, അല്ലാതെന്തു പറയാൻ എന്ന് പറഞ്ഞ് അമ്മൂമ്മ പത്രം അടച്ചു വെച്ചു. പഴയ കാലമായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. ഇപ്പോഴത്തെ ചില കുട്ടികൾക്കൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും അറിയില്ല. ഞാൻ അമ്മൂമ്മയുടെ അടുത്തായിരുന്നു. ആ സംസാരം തുടർന്നു. എല്ലാ കുടുംബത്തിലും പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവൂ. പറഞ്ഞിട്ടെന്താ? തുറന്ന് സംസാരിക്കാൻ രണ്ടു കൂട്ടരും പഠിക്കും. ചിലപ്പോൾ എല്ലാം തുറന്ന് സംസാരിച്ചാൽ പ്രശ്നങ്ങളുടെ അവസാനമല്ല, മറിച്ച് തുടക്കമാണ് സൃഷ്ടിക്കുന്നതെങ്കിലോ? എൻ്റെ മനസ്സിൽ പുകഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ അങ്ങനെയൊരു ചോദ്യം എൻ്റെ നാവിൽ നിന്ന് വന്നു. മോളെ, ഒളിച്ചു വയ്ക്കുമ്പോഴല്ല, മറിച്ച് തുറന്നു പറയുന്നിടത്താണ് ദാമ്പത്യത്തിൻ്റെ വിജയം ഇരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് വല്ല പ്രശ്നം ഉണ്ടായാൽ തന്നെ സ്നേഹം എന്ന പരിഹാരം കൊണ്ട് ആ പ്രശ്നം നമുക്ക് മറികടക്കാമെന്നേ ഉള്ളൂ. ഒരു പുഞ്ചിരിയുടെ അമ്മമ്മ പറഞ്ഞു തീർന്നപ്പോൾ എൻ്റെ മനസ്സും എന്തൊക്കെയോ തീരുമാനിച്ചിരുന്നു.
നീ എന്താ ഗായത്രി ഒന്നും കഴിക്കാത്തത്? അമ്മ ചോദിച്ചപ്പോൾ വിശപ്പില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു. ശരിക്കും എല്ലാം പ്രണവേട്ടനോട് പറയണോ വേണ്ടയോ എന്ന ചിന്ത കൊണ്ട് മാത്രമാണോ എന്നറിയില്ല. ആഹാരം ഒന്നും വേണ്ട. റൂമിൽ പോയി ഒന്ന് കിടക്കാൻ തുടങ്ങിയതും എന്തോ മനം പുരട്ടി നേരെ വാഷ് ബേസിൽ പോയി ഛർദ്ദിച്ചു. അധികമൊന്നും കഴിച്ചില്ല. എന്നിട്ടും എന്തുകൊണ്ട്? തലവേദന ആണോ തലകറക്കമാണോ എന്നറിയാൻ പോലും പറ്റാത്ത ഒരു നിമിഷം നിന്നു. വീഴാതിരിക്കാൻ വേണ്ടി ഭിത്തിയിൽ പിടിച്ചു. പക്ഷേ എല്ലാം കൂടെ ആലോചിച്ചപ്പോൾ ഭിത്തിയിൽ താങ്ങി നിന്ന എൻ്റെ കൈ പതിയെ എൻ്റെ വയറ്റിലേക്ക് നീങ്ങി. സംശയം ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കാൻ വേണ്ടി രോഹിണി ചേച്ചിയുടെ മുറിയിൽ ഞാൻ എപ്പോഴോ മുമ്പ് കണ്ട പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ചേച്ചി അറിയാതെ എടുത്തു. പ്രണയത്തിൻ്റെ തീവ്രത കൂടിയ പല സന്ദർഭങ്ങളിലും ഇപ്പോൾ കുട്ടികൾ വേണ്ട എന്ന തീരുമാനം തിരുത്തിക്കൊണ്ട് പ്രണവേട്ടൻ്റെ ജീവൻ്റെ തുടിപ്പ് എൻ്റെ വയറ്റിൽ വളർന്ന സത്യം ഞാൻ അറിഞ്ഞു. എല്ലാം പ്രണവേട്ടന് തുറന്നു പറയാൻ തീരുമാനിച്ച ഈ ദിവസം തന്നെ ഈ വാർത്ത. പക്ഷെ എന്നാലും ഇന്ന് തന്നെ എല്ലാം പ്രണവേട്ടനോട് പറയാൻ ഞാൻ തീരുമാനിച്ചു. പ്രിയയുടെ കാര്യവും ഒപ്പൻ ഒരച്ഛനാൻ പോകുന്ന വാർത്തയും. ആദ്യം പ്രണവേട്ടൻ തന്നെ ഈ വാർത്ത അറിയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ മറ്റാരോടും ഞാൻ പറഞ്ഞില്ല. മുറിയിൽ തന്നെ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരുന്നു. ആ ഇരിപ്പിൽ എപ്പോഴോ അടഞ്ഞുപോയ മിഴികൾ തുറന്നത് പ്രണവേട്ടൻ്റെ ശബ്ദം കേട്ടായിരുന്നു. പക്ഷേ ഞാൻ പെട്ടെന്ന് താഴേക്ക് ചെന്നു. നോക്കിയപ്പോൾ പ്രണവേട്ടന് ചുറ്റും എല്ലാവരും ഒന്നും മിണ്ടാതെ കുറ്റവാളികളെപ്പോലെ നിൽക്കുന്നു. അപ്പോഴും എന്നെ ഏറ്റവും ഭയപ്പെടുത്തിയത് ആ നിന്നിരുന്നത് എൻ്റെ പ്രണവേട്ടനായിരുന്നില്ല എന്ന് തോന്നിപ്പോയി. ആ പഴയ പ്രണവമായിരുന്നു അപ്പോൾ അവിടെ. എല്ലാവർക്കും എല്ലാം അറിയായിരുന്നു. ഞാൻ മാത്രം സങ്കടവും ഒപ്പം അതിലേറെ ദേഷ്യത്തോടെയായിരുന്നു ആ സ്വരം. പെട്ടെന്നാണ് ആ കണ്ണുകൾ മാറി നിൽക്കുന്ന എന്നിലേക്ക് വീണത്. ആ കണ്ണുകളിൽ പല ഭാവം വന്നു. എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങിയതും പ്രണവ് വേണ്ട. പ്രവീണനും തടഞ്ഞുവെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഏട്ടൻ അടുത്തേക്ക് വന്നു. എൻ്റെ കണ്ണിൽ നോക്കി പതിയെ ആ മിഴികൾ അടഞ്ഞു. സ്വയം നിയന്ത്രിക്കുന്നത് പോലെ. എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഒരു ചോദ്യത്തിന് മാത്രം ഒരു ഉത്തരം പറഞ്ഞാൽ മതി. ഗൗരവത്തോടെ ആ സ്വരം എൻ്റെ നേർക്ക് വീണു. പ്രിയ മരിച്ചത് നിന്റെ അച്ഛൻ്റെ വണ്ടി ഇടിച്ചിട്ടാണ് എന്ന സത്യം നിനക്ക് നേരത്തെ അറിയാമായിരുന്നോ? പ്രണവേട്ട വേണ്ട. ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം അറിഞ്ഞാൽ മതി. നിനക്ക് നേരത്തെ എല്ലാം അറിയാമായിരുന്നോ ഇല്ലയോ? മറുപടി പറയാതെ ഞാൻ നിന്നു. ഗായത്രി എൻ്റെ മൗനം ഇഷ്ടപ്പെടാതെ തറപ്പിച്ചു വിളിച്ചു. പറയ്, അറിയാമായിരുന്നോ എല്ലാം നിനക്ക്? എൻ്റെ കൈകളെ രണ്ടു വശം മുറുകെ പിടിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ നാവിൽ നിന്നും ഉത്തരം വന്നു. അറിയാമായിരുന്നു. ആ ഉത്തരം കേട്ടതും പതിയെ ആ പിടി അഴിഞ്ഞു വന്നു. ഞാനെല്ലാം മതി. ആ കണ്ണിൽ ഞാൻ കണ്ടത് വേദനയായിരുന്നു. പിന്നെ ഒരു വാക്കുപോലും പറയാതെ പ്രണവേട്ടൻ പുറത്തു പോകാൻ തുടങ്ങിയതും അമ്മ തടഞ്ഞു. നീ എങ്ങോട്ടാ പോകുന്നേ? കരഞ്ഞുകൊണ്ട് അമ്മ ചോദിച്ചപ്പോൾ അമ്മയുടെ കൈകൾ മാറ്റിക്കൊണ്ട് ഏട്ടൻ പറഞ്ഞു, എങ്ങോട്ടായാലും ഇവിടെ ആർക്കും ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. എൻ്റെ മുഖത്തേക്ക് നോക്കി. ആർക്കും? അത്രയും പറഞ്ഞ് പ്രണവേട്ടൻ വീടിന് പുറത്തുപോയി. ഞാൻ പിന്നാലെ വിളിച്ചുവെങ്കിലും ഒന്നും കേൾക്കാതെ പോയി. ഒരച്ഛനാവാൻ പോകുന്ന സത്യം പോലും കേൾക്കാതെ.